ഈ 50,000 10,000 പോയി എത്ര വരും? ആവോ കൂട്ടി നോക്ക്. ഓ അല്ലേ നിനക്ക് കണക്കറിഞ്ഞൂടല്ലോ, എണ്ണ അറിയാലോ. ഇതൊന്ന് എണ്ണിക്കാം മോള്, ഒന്ന് പിടിച്ച് എണ്ണിക്കതും. ഇത് 40,000 രൂപ ഉണ്ടോ ഇല്ലയോ ഒന്ന് എണ്ണി നോക്ക് നീ. ഇത് ഏത് പൈസ എന്ന് പറഞ്ഞാൽ അവൻ മേടിച്ചെന്ന വേണമെന്ന് മേടിച്ചെന്ന പൈസ 50,000 രൂപയിൽ 10,000 അവർ കൊടുത്തിട്ട് ബാക്കി 40,000 രൂപ. പ്രസിഡന്റിന് കൊടുത്തെന്ന് പറഞ്ഞതാ? ഏത് പ്രസിഡന്റിന് ആര് പൈസ കൊടുത്തു? നിങ്ങളുടെ പ്രസിഡന്റ്. എടി പ്രസിഡന്റ് ഈ കാര്യം പോലും അറിഞ്ഞില്ല. പ്രസിഡന്റിന് ഞാൻ പൈസയും കൊടുത്തില്ല, പൈസ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ദൈവമേ, അപ്പൊ കൊച്ചു പരീക്ഷ എഴുതിച്ചത് എങ്ങനെയാ? പിന്നെ അത് പഠിച്ച് നല്ല ബുദ്ധിയോടുകൂടി പഠിച്ച് അത് അതിന്റെ കഴിവ് കൊണ്ട് എഴുതി അത് ഇതായി പോയത്. അല്ല എന്തുവാ ക്ലീറ്റ് ചെയ്ത് ഒരുമാതിരി പറ്റിക്കലല്ലേ ക്ലീറ്റോ? ആരെ പറ്റിച്ചു നീ വിളിച്ചു പറയാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറയാതെ ഇങ്ങനെ പൈസ മേടിക്കണ മോശല്ലേ ക്ലീറ്റോ? എടി 1,00,000 രൂപ കൊണ്ടുവന്ന് വേറെ ഏതോ പൊതുപ്രവർത്തകന്റെ അടുത്ത് പോയി ഈ കാര്യം നേടായിരുന്നല്ലേ. ഞാൻ അത് 50,000 രൂപയ്ക്ക് ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവർക്ക് 50,000 രൂപ ലാഭം കിട്ടി ഇല്ലേ? പിന്നെ 10,000 രൂപ കനകനും അവർക്കും കമ്മീഷനും കൊടുത്തു. 40,000 രൂപ നമുക്കും കിട്ടി. ആർക്കും നഷ്ടമല്ലല്ലോ, എല്ലാവർക്കും ലാഭമല്ലേ ഉള്ളൂ. പിന്നെ എന്തോ നീ കിടന്ന് വിഷമിക്കണത്? ഇപ്പൊ ആ കൊച്ചു പരീക്ഷ ജയിച്ചത് കാരണം കുഴപ്പമില്ല. ആ കൊച്ചങ്ങനെ തോറ്റുപോയെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ അവരോട്? എന്ത് മറുപടി പറയും? തോറ്റാൽ ഈ പൈസ കൊണ്ടുവന്ന് മാന്യമായിട്ട് അവരെ കൈ കൊടുത്തിട്ട് പറയും, ഞാൻ നല്ലപോലെ ശ്രമിച്ചു പക്ഷെ നടന്നില്ല, നിങ്ങളുടെ സമയദോഷം എന്ന് പറയും. കാശ് തിരിച്ചു കിട്ടിയ ആര് പരാതിക്ക് വരാൻ? ആരും ഒരു പരാതിക്കും വരൂല. അതാണ് രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധി.